ഹലോ. ഇന്ന് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 2020-2021 ആ ഒരു സമയത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹ്യൂമൻസ് ദ ബേസൽ മെറ്റബോളിക് റേറ്റ് അക്കൗണ്ട്സ് ഫോർ അബൌട്ട് -% ഓഫ് ദ ഡെയിലി കാലറി എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യന് 2-3 ടേംസ് ഉണ്ട് അല്ലെ. ബേസൽ മെറ്റബോളിക് റേറ്റ് അക്കൗണ്ട്സ് ഫോർ അബൌട്ട് -% ഓഫ് ഡെയിലി കാലറി എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് എന്താണ്? ഈ ഡെയിലി കാലറി എക്സ്പെൻഡിച്ചർ എന്താണെന്ന് അറിയണം, ബേസൽ മെറ്റബോളിക് റേറ്റ് എന്താണെന്ന് അറിയണം അല്ലെ. അപ്പൊ ഇതിനു മുമ്പ് ഇത് നമുക്ക് ന്യൂട്രീഷൻ പോർഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ പാർട്ട് 5 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇതിന് കാലറി എക്സ്പെൻഡിച്ചർ ഇതൊന്നും വലിയ വലിയ കാര്യങ്ങളായിട്ടൊന്നും തോന്നുമെങ്കിലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇപ്പൊ ഡെയിലി കാലറി എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാലറി എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെ. കാലറി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര കാലറി ഉണ്ട്, ഇതൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ കേൾക്കുന്നതായിരിക്കും. അപ്പം ഈ കാലറി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ബോഡിക്ക് ഒരു എനർജി ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ എനർജി ബാലൻസ് എന്താണെന്ന് അറിയണം. എനർജി ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും അതൊക്കെ നമുക്ക് കിട്ടുന്നത് എവിടുന്നാണ്? എനർജി കിട്ടുന്നത് നമുക്ക് എവിടുന്നാണ്? നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ നിന്നാണ്. നമ്മൾ ഭക്ഷണപാനീയങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്ക്. അപ്പൊ ഈ കിട്ടുന്ന എനർജി നമുക്ക് ആഹാരത്തിൽ നിന്ന് കിട്ടുന്നു. വളരെ സിമ്പിൾ. ഈ കിട്ടുന്ന എനർജി നമ്മൾ എങ്ങനെയാണ് അത് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എനർജി എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് 2 വാക്കുകളാണുള്ളത്. നമ്മുടെ ബോഡിയുടെ എനർജി ബാലൻസ് എന്ന് പറയുമ്പം ഇൻടേക്കും എക്സ്പെൻഡിച്ചറും ഫോർ എനിത്തിങ്. നമ്മളിപ്പോ ഒരു കാശ്, ഇപ്പം നമ്മൾ ഒരു ദിവസം സാലറി ഇൻപുട്ട് അല്ലെ സാലറി ഒക്കെ നമുക്ക് കാശ് കിട്ടുന്നു. പിന്നെ അത് നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഇപ്പൊ നമുക്കൊരു വ്യക്തിയുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് അവരുടെ സാലറി ആയിരിക്കും, അവർക്ക് കിട്ടുന്ന വല്ല റെന്റ് കിട്ടുന്നതുണ്ടാവും. അപ്പൊ ഇതെല്ലാമാണ് ഇൻടേക്ക് എന്ന് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് എന്തൊക്കെയായിരിക്കും? അവര് എന്തിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നു? ഫുഡിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, അവരുടെ അല്ലാതെ ട്രാവലിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും അല്ലെ. സെയിം വേ നമ്മൾക്ക് കിട്ടുന്ന എനർജി, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മൾ എന്ത് ചെയ്യും? പല രീതിയിൽ സ്പെൻഡ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് 3 വാക്കുകളാണ് ഇവിടെ ഉള്ളത്. ഫിസിക്കൽ ആക്ടിവിറ്റി, BMR, TEF. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏറ്റവും നമുക്ക് അറിയാവുന്ന ഒരു പരിചിതമായിട്ടുള്ള വാക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് അല്ലെ. അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോന്ന് ചെയ്യുന്നു. അതായത് നമ്മൾ ഓടുന്നു, നടക്കുന്നു, നമ്മൾ ആഹാരം കഴിക്കുന്നു, നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. അത് വളരെ ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലായിട്ട് എനർജി സ്പെൻഡ് ചെയ്യുന്നു. എക്സർസൈസ് ചെയ്യുന്നവരുണ്ട്, എക്സർസൈസ് ചെയ്യാത്തവരുണ്ട്. ഇപ്പൊ നമ്മൾ വെറുതെ വർത്താനം പറയുന്നത്, സംസാരിക്കുന്നത്, ഇതിനെല്ലാം എനർജി പോകുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ പല സാധനങ്ങൾക്കും എനർജി പോകുന്നുണ്ട്. സോ ഫിസിക്കൽ ആക്ടിവിറ്റി മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇനി അടുത്തത് ബേസൽ മെറ്റബോളിക് റേറ്റ്. ദാറ്റ് ഈസ് ഈവൻ മോർ സിമ്പിൾ. അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കുമ്പം നമ്മുടെ എനർജി എന്തിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ബേസൽ ബേസിക്കലി വാട്ട് വി ആർ സ്പെൻഡിങ് വെൻ വി ആർ അറ്റ് റെസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉറങ്ങുന്ന മനുഷ്യന് പോലും എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഓഫ് കോഴ്സ് നമ്മുടെ ശരീരത്തിൽ ബാക്കി എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു അല്ലെ. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സസ് നടക്കുന്നുണ്ട്, നമ്മുടെ ലങ്സ് പ്രവർത്തിക്കുന്നു. അങ്ങനെ നമ്മൾ അറിയാതെ, അതായത് വോളണ്ടറിയും ഉണ്ടാവും, ഇൻവോളണ്ടറിയും ഉണ്ടാവും. വോളണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അറിയാവുന്ന കാര്യങ്ങളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അതായത് നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങളിൽ വരുന്ന അല്ലെ, നമ്മളുടെ വോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുമ്പം അത് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്നത്. നമ്മൾ നടക്കുന്നു, നമ്മൾ കൈ പൊക്കുന്നു, പേന കൊണ്ട് എഴുതുന്നു. ഓൾ ദീസ് ആർ വോളണ്ടറി. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്, ബ്രീത് ചെയ്യുന്നത്, ഡൈജസ്റ്റീവ് ഓർഗൻസ് വർക്ക് ചെയ്യുന്നത്, അതെല്ലാം ഇൻവോളണ്ടറി. ലങ്സ് ഇതെല്ലാം. അപ്പൊ അതിനകത്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ഓക്കെ, പിന്നെ തെർമിക് എഫക്ട് ഓഫ് ഫുഡ്. തെർമിക് എഫക്ട് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് നമ്മളുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് എനർജി റിലീസ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ട്
അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സിന് എടുക്കുന്ന ഒരു ഫുഡ് amount ഓഫ് എനർജിക്കാണ് തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ട് 5 എനർജി എക്സ്പെൻഡിച്ചർ, എനർജി ഇൻപുട്ട്, എനർജി ഔട്ട്പുട്ട് എന്നൊക്കെ പറയുമ്പോൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. ബോഡി എനർജി ബാലൻസ്. അപ്പൊ ഇതിൽ വരുന്നതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എത്രത്തോളം എനർജി ഓരോന്നിനും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം എനർജി എന്തിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഏതിനൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ ഏതിനൊക്കെയാണ് ബോഡി ഒന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും. 60-70% ഏറ്റവും കൂടുതൽ നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഓടാനും ചാടാനും നടക്കാനൊന്നും അല്ല, നമ്മുടെ ബോഡിയിലെ പ്രോസസ്സസിന് വേണ്ടി തന്നെയാണ്. ഒരു വ്യക്തി നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഈ 60-70% ഓഫ് എനർജി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? നമ്മുടെ ബോഡിയിലെ ബാക്കി എല്ലാ ഫങ്ഷൻസും നടത്താനായിട്ട് നമ്മുടെ സെൽസിന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതെല്ലാം ബേസൽ മെറ്റബോളിക് റേറ്റിൽ പെടും. സോ യു സീ ദർ ഇസ് 60-70% ഓഫ് എനർജി ഇസ് ബീങ് സ്പെൻഡ് ഓൺ ബേസൽ മെറ്റബോളിക് റേറ്റ്. ഓക്കെ, ഇനി വേറെ എന്താണ് പിന്നെ ഉള്ളത്? പിന്നെ വേറെ എന്താണ്? ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എത്രയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? 20-70% ആണ്. അപ്പൊ എത്രയാണ്? 20-70% is being spent on 20-40% is being spent on physical activity. Okay, അപ്പൊ 20-40% മാത്രമാണ് നമ്മൾ എക്സർസൈസിനും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വോളണ്ടറി ആക്ഷനിന് വേണ്ടി ചെയ്യുന്നത്. പിന്നെ 5-10% യു കെൻ സീ ദർ ഇസ് തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ്. 5-10% ആണ് നമ്മുടെ തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ്. അതായത് ഡൈജസ്റ്റ് ചെയ്യുമ്പോഴും അബ്സോർബ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ആ ബോഡി ആ പ്രോസസ്സ് നടത്താൻ വേണ്ടി കുറച്ച് എനർജി വേണം, എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ ആ എനർജി ഇൻടേക്ക് കിട്ടുന്നത് ഫുഡിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഫുഡ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യത്തില്ലേ? ഇപ്പൊ ഒരു ബിൽഡിംഗ് പണിയണം, അവിടെ എല്ലാം ഫർണിഷ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ നിന്നാണ്, ഇപ്പം ബിസിനസ്സിൽ നിന്നാണ് നമുക്ക് മണി കിട്ടുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ അതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെ? അപ്പൊ അതാണ് ഈ പറയുന്ന തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ്. അതായത് ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകാവുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആണ് ഡൈജഷനും അബ്സോർപ്ഷനും മെറ്റബോളിസത്തിനൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എനർജിക്കാണ് തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഏതൊരു മനുഷ്യനും വെറുതെ ഇരിക്കുന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് എനർജി നഷ്ടപ്പെടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപ്പൊ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യുന്നത് ഈ ഓടാനും ചാടാനും ഒന്നും അല്ല, നമ്മള് ബേസൽ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇൻ ഹ്യൂമൻസ്, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബേസൽ മെറ്റബോളിക് റേറ്റ് അക്കൗണ്ട്സ് ഫോർ അബൌട്ട് % ഓഫ് ഡെയിലി കാലറി എക്സ്പെൻഡിച്ചർ. അപ്പൊ ഡെയിലി കാലറി എക്സ്പെൻഡിച്ചറും ഡെയിലി എനർജി എക്സ്പെൻഡിച്ചറും ഒന്ന് തന്നെയാണ്. എനർജിയുടെ ഒരു യൂണിറ്റ് ആണ് കലോറി. കാലറി അതായത് എനർജി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് കാലറീസ്. ഓക്കെ, അപ്പൊ അതിനാണ് ഡെയിലി കാലറി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കാണാം 60-75% എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ആൻസർ, 60-75%. ഓക്കെ, ഇപ്പൊ 25-30 ഒക്കെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. 40-50 ഒന്നും അല്ല, 80-90 അല്ല. സോ 60-75% ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എനർജി ബാലൻസ് മനസ്സിലാക്കണം, അവിടെ എന്തിനൊക്കെയാണ് നമ്മുടെ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം, ഡെയിലി കാലറി എക്സ്പെൻഡിച്ചർ. Now let's move on to the next question. Which of the following is not an antioxidant? അപ്പൊ ഇവിടെ ഒരു വാക്ക് വരുന്നുണ്ട്, ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. സോ ആന്റി ഓക്സിഡന്റ്സും നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാണ്. അതായത് ഇന്ന ഫുഡ് കഴിക്കൂ, ഇതിനകത്ത് ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പച്ചക്കറികളും പഴങ്ങളും കഴിക്കൂ, ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ഉണ്ട്. നമ്മൾ പരസ്യങ്ങൾ നോക്കിയാൽ അവിടെയും കാണാം ആന്റി ഓക്സിഡന്റ്, എസ്പെഷ്യലി നമ്മുടെ സ്കിന്നിന്റെ ഒക്കെ പരസ്യത്തിൽ ഏജിങ് തടയാനൊക്കെ. അപ്പൊ ഈ ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആന്റി ഓക്സിഡന്റ് ഏതൊക്കെ വൈറ്റമിൻസിലാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആന്റി ഓക്സിഡൻസിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്കൊരു ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അപ്പം ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡിയിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സാധാ മെറ്റബോളിക് പ്രോസസ്സ്, അതായത് നമ്മുടെ ഡൈജഷനും
റെസ്പിറേഷൻ ഒക്കെ നടക്കുമ്പോഴത്തേക്ക് തന്നെ ഈ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യാം. അതേപോലെ തന്നെ അല്ലാത്ത ചില പ്രശ്നകരമായ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്മോക്ക് ചെയ്യുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ എന്താ പറയുക അത്ര നല്ല ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് ഒക്കെ നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യും. ആൽക്കഹോള്, ടൊബാക്കോ, പെസ്റ്റിസൈഡ്സ്, പൊല്യൂട്ടൻസ്, റേഡിയേഷൻ, ഇങ്ങനത്തെയൊക്കെ പ്രശ്നകരമായ എൻവയൺമെന്റിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ കാണപ്പെടും. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു നോർമൽ ആറ്റം പോലെ അല്ല. സോ യു കെൻ സീ ദിസ് ഇസ് എ നോർമൽ ആറ്റം. ഈ നോർമൽ ആറ്റം എന്താണ്? നോർമൽ ആറ്റത്തിന്റെ ഗുണം എന്താന്ന് വെച്ചാല് ഇതിനകത്ത് ഈ ഓരോ ഇലക്ട്രോൺസ് എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം പേഴ്സ് ഉണ്ട് അല്ലെ. ഇതിപ്പോ 1, 2, അതായത് ഇവിടെ എല്ലാം ഈ ഔട്ട്സൈഡ് ഔട്ടർ മോസ്റ്റ് ഷെൽസിലെല്ലാം പറയുന്ന എല്ലാം പെയർഡ് ആയിട്ടാണ് കാണുന്നത്. ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വളരെ സ്റ്റേബിൾ ആണ്, അതിൽ വേറെ പ്രശ്നത്തിലൊന്നും പോകൂല. പക്ഷെ യു കെൻ സീ ഇൻ ദിസ് ഫ്രീ റാഡിക്കൽ ഇവിടെ ഒരെണ്ണം മാത്രമാണ് ഉള്ളത്. അപ്പൊ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു പെയറിനെ കിട്ടണം. അപ്പൊ ആ പെയറിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള സെൽസിനെയൊക്കെ അറ്റാക്ക് ചെയ്യും. അതാണ് അതിനൊരു എങ്ങനെയെങ്കിലും ഒരു ഇലക്ട്രോൺ എനിക്ക് തരുക എന്നുള്ളൊരു മട്ടിൽ എവിടെന്നെങ്കിലും ഒക്കെ ഒരു ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി അവര് നോക്കി നിൽക്കും. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഇസ് എ ഫ്രീ റാഡിക്കൽ. അപ്പൊ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് വിച്ച് കണ്ടെയ്ൻസ് 1 or more unpaired electrons, making them highly unstable and prone to causing damage to other molecules in the body. അപ്പൊ ഇവിടെ ഫ്രീ റാഡിക്കൽസ് പല രീതിയിലും ഫോം ചെയ്യാം. നോർമലി നമ്മുടെ ബോഡിയിൽ കുറച്ച് ഫോം ചെയ്യാം. പ്രത്യേകിച്ച് കൂടുതൽ ഫോം ചെയ്യുന്ന എന്താണ്, നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള എൻവയൺമെന്റിൽ പോകുമ്പോൾ UV റേഡിയേഷൻ, സ്മോക്കിംഗ്, അങ്ങനത്തെ പിന്നെ ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ, ഡ്രഗ്സ്, അതിനേക്കുള്ള എക്സ്പോഷറിലൂടെ നമുക്ക് ഇതുപോലെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും. ഓക്കെ, ഇനി ഈ ആന്റി ഓക്സിഡൻസ് എന്താണ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ആന്റി ഓക്സിഡൻസിനെ പറ്റിയാണ് അല്ലെ. അപ്പൊ ആന്റി ഓക്സിഡൻസ് എന്താണ്? ആന്റി ഓക്സിഡൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ആന്റി ഓക്സിഡൻസ് ഈ ഫ്രീ റാഡിക്കൽസിന് കുറച്ച് അവർക്ക് വേണ്ട ഇലക്ട്രോൺ അങ്ങ് കൊടുക്കും. ആന്റി ഓക്സിഡൻസ് എന്താണ് ചെയ്യുന്നത്? ഈ ഫ്രീ റാഡിക്കലിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺ കൊടുത്ത് അതിനെ സ്റ്റേബിൾ ആക്കും. അതാണ് ഈ ആന്റി ഓക്സിഡന്റിന്റെ ഗുണം. സോ യു കെൻ സി ആ ഒരു ഫ്രീ റാഡിക്കൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ കൊണ്ട് ആകെ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് ആന്റി ഓക്സിഡന്റ് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ദാനം ചെയ്യും. അപ്പൊ ആ ദാനം ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഫ്രീ റാഡിക്കൽ ഹാപ്പി ആവുകയും സ്റ്റേബിൾ ആവുകയും ചെയ്യും. പിന്നെ മറ്റുള്ള ഹെൽത്തി ആറ്റംസിനെ ഒന്നും, ഹെൽത്തി മോളിക്യൂൾസിനെ ഒന്നും തൊടാനായിട്ട് പോവില്ല. സോ യു കെൻ സീ ദിസ് പിക്ചർ. ഈ ഫ്രീ റാഡിക്കൽ, ഈ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്യും? ഹെൽത്തി ആറ്റംസിൽ നിന്നൊക്കെ ഇലക്ട്രോണിനെ എടുക്കാനായിട്ട് ശ്രമിക്കും. കണ്ടോ? അപ്പം ആന്റി ഓക്സിഡന്റ് ഉണ്ടെങ്കിൽ അവർ ദാനം ചെയ്തോളും, അവരെ നമ്മുടെ ഹെൽത്തി ആറ്റംസിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് സന്തോഷിച്ച് നിർത്തിക്കോളും. സോ അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ആന്റി ഓക്സിഡൻസ് വളരെ ആവശ്യമാണെന്ന് പറയുന്നത്. ഇനി ഈ ആന്റി ഓക്സിഡൻസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ധാരാളം ഫുഡുകളിൽ നിന്ന്. നമ്മൾ കേട്ടിട്ടുണ്ട് നല്ല നല്ല ഭക്ഷണങ്ങളും, പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനകത്ത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സിനകത്തെല്ലാം ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈറ്റമിൻസിന്റെ സോഴ്സസ്, മെയിൻലി വൈറ്റമിൻ എ, സി, ഇ. മെയിൻലി വൈറ്റമിൻ എ, സി, ഇ ലാണ് കൂടുതലായിട്ടും ആന്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നത്. അല്ലാത്ത കുറച്ച് വൈറ്റമിൻസിലും കുറെ അധികം ഫുഡ്സിലും ഒക്കെ ഉണ്ട്. ക്രിപ്റ്റോസാങ്ക്റ്റിൻ, സെലീനിയം, ആന്തോസയനിൻ, അങ്ങനെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വൈറ്റമിൻസ്, മെയിൻലി ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ വൈറ്റമിൻ എ, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ. സോ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്ന ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, നമുക്കറിയാം ക്യാരറ്റ് ഒക്കെ വളരെ അറിയപ്പെടുന്ന ഒരു ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ ആണ്. പക്ഷെ ക്യാരറ്റ് അല്ലാതെ തന്നെ നമ്മുടെ ആനിമൽ ഫുഡ്സ് ആയ ലിവർ, പാല്, മുട്ട, അതേപോലെ ഇതിനകത്തെല്ലാം തന്നെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എന്താണ് ഗുണം? ഇമ്മ്യൂൺ ഫംഗ്ഷൻ, ഇമ്മ്യൂണിറ്റി കൂട്ടും, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടും, സ്കിൻ ഹെൽത്ത്, ഇതിലെല്ലാം കൂട്ടും. പിന്നെ വൈറ്റമിൻ സി ഇസ് ഫൗണ്ട് ഇൻ ഒരുപാട് സിട്രസ് ഫ്രൂട്ട്സ്, നമ്മുടെ നാരങ്ങ, ഗൂസ്ബെറി, ഓറഞ്ചസ്, ബെറീസ്, ഇതിനകത്തെല്ലാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻ ഇ നമ്മുടെ നട്ട്സിലും
ചില സീഡ്സ്, എള്ള്, അങ്ങനത്തെ ഓയിൽസിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന, അതേപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് വൈറ്റമിൻ ഇ. ഈ മെയിൻ 3 ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻസ് A, C, E ആണ്. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻസ്. പക്ഷെ അല്ലാതെ കുറച്ച് വൈറ്റമിൻസിലൊക്കെ കുറച്ച് അത്യാവശ്യം അമൗണ്ടിൽ വേറെ വൈറ്റമിൻസിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ലൈക്ക് വൈറ്റമിൻ കെയിലൊക്കെ അടങ്ങിയിട്ടുണ്ട് കുറെയൊക്കെ. അപ്പം ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ ആന്റി ഓക്സിഡന്റ്. ഇവിടെ കാരോട്ടീൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു കാരോട്ടീൻ ആക്ച്വലി വൈറ്റമിൻ എ ഇസ് ബീറ്റ കാരോട്ടീനും വൈറ്റമിൻ റെറ്റിനോളും ആണ് വൈറ്റമിൻ എയുടെ 2 പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ കാരോട്ടീൻ ഇസ് ആക്ച്വലി വൈറ്റമിൻ എ. പിന്നെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, വൈറ്റമിൻ B6. അപ്പോൾ ഇവിടെ വൈറ്റമിൻ B6 ആണ് ആൻസർ, വിച്ച് ഇസ് നോട്ട് എൻ ആന്റി ഓക്സിഡന്റ്. ആക്ച്വലി ദ ആൻസർ ഇസ് വൈറ്റമിൻ B6. ഓക്കെ, കാരോട്ടീൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു പാർട്ടാണ്. വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ സി ആർ ആന്റി ഓക്സിഡൻസ്, ആൻഡ് വി കൻ സീ ദാറ്റ് വൈറ്റമിൻ B6 ആണ് ഇവിടുത്തെ ഓപ്ഷൻ. ഓക്കെ, പിരിഡോക്സിൻ എന്ന് പറയുന്ന വൈറ്റമിൻ B6. ഓക്കെ, സോ ഹിയർ ദ ആൻസർ ഇസ് വൈറ്റമിൻ B6. അപ്പൊ ഇതിനകത്ത് വൈറ്റമിൻ സി ഒരു ആന്റി ഓക്സിഡന്റ് ആണ്, വൈറ്റമിൻ ഇ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. കാരോട്ടീനകത്ത് ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. യു കൻ സീ ദിസ് വൈറ്റമിൻ എ, സി, ഇ. പിന്നെ അതേപോലെ തന്നെ ബാക്കി കുറെ അധികം ക്രിപ്റ്റോസാങ്തിൻ, ഇതെല്ലാം കുറെ പിഗ്മെന്റ്സ് ഒക്കെയാണ്. ഓക്കെ, വിച്ച് ആർ പ്രസന്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഈ തേർഡ് വൺ, ഇത് ഒരു റിലേറ്റഡ് ആണ്. ഓൾ ഫ്രീ റാഡിക്കൽസ് ഹാവ് ഡാഷ് ഇൻ ദെയർ ഓർബിറ്റൽസ്. ഓപ്ഷൻസ്: paired valence electron, the unpaired valence electrons, no valence electrons, none of the above. സോ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീ റാഡിക്കൽസിന്റെ പ്രത്യേകത തന്നെ അൺപെയർഡ് ആയിട്ടുള്ള വാലൻസ് ഇലക്ട്രോൺ ആണ്. വാലൻസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെയാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പം അൺപെയർഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഫ്രീ റാഡിക്കൽ ഇത്രയും അൺസ്റ്റേബിൾ ആകാനുള്ള ഒരു കാരണം തന്നെ ഈ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ കാരണമാണ്. സോ ദ ആൻസർ ഇസ് ഓൾ ഫ്രീ റാഡിക്കൽസ് ഹാവ് ബി അൺപെയർഡ് വാലൻസ് ഇലക്ട്രോൺസ്. ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് കാരണമാണ് അവരെ ഫ്രീ റാഡിക്കൽസ് ആയിട്ട് പരിഗണിക്കുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് ദേ ആർ ഹൈലി റിയാക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻ ഇസ് നോട്ട് അവൈലബിൾ ഇൻ എഗ്. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ എഗ് ഒരു വളരെ ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്, കംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്നൊക്കെ. അതായത് ഒരു മുട്ട, പ്രത്യേകിച്ച് വളരുന്ന കുട്ടികൾക്കൊക്കെ എല്ലാ ദിവസവും ഓരോ മുട്ട ഒക്കെ കൊടുക്കുന്ന അവര് വളരാനായിട്ട് സഹായിക്കും എന്നൊക്കെ. അപ്പൊ നമ്മൾ പറയുമ്പം എല്ലാ വൈറ്റമിനും ഈ മുട്ടയ്ക്കകത്തുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വലി വൈറ്റമിൻസ് മുട്ടയ്ക്കകത്തുള്ള ഒരു ഏറ്റവും കൂടുതൽ മുട്ടയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് മുട്ട ഇറ്റ് ഈസ് വെരി റിച്ച് ഇൻ പ്രോട്ടീൻ. അപ്പൊ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. അപ്പം നമ്മുടെ ബോഡി ബിൽഡിംഗ്, അതായത് മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രോട്ടീൻസ്. അതേപോലെ അതിൻ്റെയോടൊപ്പം തന്നെ കുറെ വൈറ്റമിൻസും ഉണ്ട്. അപ്പൊ ഏതൊക്കെ വൈറ്റമിൻ ആണ് മുട്ടയിൽ ഉള്ളത് എന്ന് ചോദിച്ചാല് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സിലെ കുറെ അധികം വൈറ്റമിൻസ് ഉണ്ട്. അതായത് B2, B5, B12, B6, B9, B7 ഒക്കെ ഉണ്ട്, ധാരാളം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുട്ടയ്ക്കകത്ത് ഇല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. ഓക്കെ, വൈറ്റമിൻ സി മുട്ടയ്ക്കകത്ത് ഇല്ല. സോ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി. എ എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ചയ്ക്ക്, ഇമ്മ്യൂൺ ഫങ്ഷൻ, അതേപോലെ തന്നെ സ്കിൻ ഹെൽത്തിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഡി ഫോർ ബോൺ ഹെൽത്ത്, ഇമ്മ്യൂൺ ഫങ്ഷൻ. ഇ, വിച്ച് ഇസ് ഓൾസോ an antioxidant, protects cells from damage. B2, B5, B12, pyridoxine, B9, B7 ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ വൈറ്റമിൻ സി മാത്രം ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. സോ ദ ആൻസർ ഇസ് വൈറ്റമിൻ സി. സോ വിച്ച് വൈറ്റമിൻ ഇസ് നോട്ട് അവൈലബിൾ ഇൻ എഗ്? ഇറ്റ് ഈസ് വൈറ്റമിൻ സി. ഓക്കെ, എയും ബിയും ഡിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ബി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. അപ്പൊ ഇതിനകത്ത് വൈറ്റമിൻ ബി എന്ന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻ, അതായത് ബി നമ്മൾ കണ്ടു, ഒരുപാടധികം ബി വൈറ്റമിൻസ് ഇതിനകത്ത് ഉണ്ട്. സോ യു കാൺ സേ ഇറ്റ് ആസ് വൈറ്റമിൻ ബി. വൈറ്റമിൻ സി ആണ് ആൻസർ. The next question. This question is actually from food technology, food preservation എന്നുള്ള ഒരു question ആണ്. Use of several methods like temperature, control of acidity, control of water activity for preservation of food is known as dash.
ഓപ്ഷൻസ്: ഹേർഡിൽ ടെക്നോളജി, മിക്സ്ഡ് ടെക്നോളജി, സ്റ്റംബ്ലിംഗ് ടെക്നോളജി, മൾട്ടിപ്പിൾ ടെക്നോളജി. അപ്പൊ ഇവിടെ നമ്മൾ പ്രിസർവേഷനെ പറ്റി അറിയണം. ഫുഡ് എന്തിനാണ് പ്രിസർവ് ചെയ്യുന്നത്? ഫുഡ് പ്രിസർവ് ചെയ്യുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഫുഡ് കേടുകൂടാതെ കുറച്ചധികം നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഫുഡ് പ്രിസർവ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു സീസണൽ ആയിട്ടുള്ള ഫുഡോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കുറച്ചധികം നാള് കേടുകൂടാതെ വെക്കണമെങ്കിൽ നമ്മൾ അതിനെ എന്തില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നു, ഫ്രീസറിൽ വെക്കുന്നു, അല്ലെങ്കിൽ അച്ചാറായിട്ടിടുന്നു, അല്ലെങ്കിൽ ഡ്രൈ ഉണക്കാൻ വെക്കുന്നു. അങ്ങനെ പല മെത്തേഡ്സിൽ നമുക്ക് അതിനെ പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പല മെത്തേഡ്സിലൂടെ, അതായത് എക്സാമ്പിൾ, അപ്പൊ ഇതിനകത്ത് ഹേർഡിൽ ടെക്നോളജി എന്നുള്ള ഒരു വാക്ക് നമ്മൾ പ്രത്യേകം വെക്കണം. അപ്പൊ ഈ ഹേർഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പോർട്സ് ആക്ടിവിറ്റി ആയിട്ട് കേട്ടിട്ടുണ്ട് അല്ലെ? ഹേർഡിൽസ് ഒരു അത്ലറ്റിക്, അതായത് ഒരു പല പല കടമ്പകൾ കടന്ന് ഒരു അത്ലീറ്റ് ലാസ്റ്റ് എത്തുന്നവരാണ് ജയിക്കുന്നവർ അല്ലെ? അപ്പൊ ഈ ഹേർഡിൽ എന്ന് പറയുമ്പം പല 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 എന്താണ് കടമ്പകൾ കടക്കുക. അപ്പൊ ഇവിടെ ഒരു മൈക്രോ ഓർഗാനിസം, ഇപ്പൊ നമ്മൾ ഫുഡ് കേടായി എന്ന് പറയുന്നത് എപ്പോഴാണ്? അതിനകത്ത് എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗസോ എന്തെങ്കിലും ഗ്രോ ചെയ്ത് അതിനെ ആഹാരയോഗ്യമാകാതിരിക്കുക, അപ്പോഴാണ് അത് നശിക്കുന്നത് അല്ലെ? അപ്പം ഒരു പല പല സാധനങ്ങൾ പല മെത്തേഡിലൂടെ നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം ഒരു ഇതിനെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ട് നമ്മൾ അത് അരിഞ്ഞ് എണ്ണയൊക്കെ ഇട്ട് വിനീഗർ ഇട്ട് ഉപ്പൊക്കെ ആവശ്യത്തിനിട്ട് ഒരു അച്ചാറാക്കി. അപ്പം ആ ഒരു സാധനം നമുക്കറിയാം കുറെ അധികം നാള് നിൽക്കും. എന്ന് പറഞ്ഞാൽ എണ്ണയുണ്ട്, ഉപ്പുണ്ട്, വിനീഗർ ഉണ്ട്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ്? ഓയിൽ ഉണ്ട്, ആസിഡ് ഉണ്ട്, അതേപോലെ തന്നെ സോൾട്ട് ഉണ്ട്. അങ്ങനെ കുറെ പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്തു. ഇതിലും കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്ര നാള് നിൽക്കും? ഒരു കുറച്ച് ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നിൽക്കുമായിരിക്കാം. മാസങ്ങളോളം ഒന്നും നിൽക്കില്ല. ഇത്രയും സാധനങ്ങളെ ഉള്ളെങ്കിൽ കുറച്ച് നാളുകൾ അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത് കേടുകൂടാതിരിക്കും. ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ ഒക്കെ. അപ്പൊ നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് ചിലപ്പോൾ പൂപ്പലൊക്കെ വരും, പ്രത്യേകിച്ച് കൂടുതൽ പ്രാവശ്യം നമ്മൾ യൂസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ നാള് അത് കേടുകൂടാതിരിക്കും. ഇനിയും കുറച്ചുകൂടെ നാൾ, ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5-6 മാസങ്ങളൊക്കെ ചിലപ്പോൾ ഇരിക്കും. അതിലും കൂടുതൽ നാൾ നിൽക്കണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഫ്രീസറിൽ എടുത്ത് വെക്കും. ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മൈക്രോ ഓർഗാനിസത്തിന് പല 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 ഹേർഡിൽസ് കൊടുക്കുകയാണ്. ഇപ്പൊ ചില സമയത്ത് നമ്മളിപ്പം ചില സാധനങ്ങളാണ്, ഇപ്പം മാങ്ങ തന്നെ നമ്മൾ ഉണക്കിയിട്ടാണ് അച്ചാറിടുന്നതെങ്കിലോ കുറച്ചും കൂടെ നാള് നിൽക്കും. ഇപ്പൊ ഉണങ്ങിയ മാങ്ങയുടെ അച്ചാറാണെങ്കിൽ കൂടുതൽ കാലം നിൽക്കും. കാരണം ഓൾറെഡി അതിനകത്ത് മോയ്സ്ചറിന്റെ അളവ് വളരെ കുറവായിരിക്കും. കാരണം അത് ഫുള്ളി ഡ്രൈഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ അതിനകത്ത് അച്ചാറിട്ടു, പിന്നെ അതിനകത്ത് ഉപ്പിട്ടു, ഇനി പിന്നെ നമ്മൾ പ്രിസർവേറ്റീവ് ഫോർ എക്സാമ്പിൾ വല്ല സോഡിയം ബെൻസോയിറ്റ് ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ അതിനേറെ നാള് നിൽക്കും. പിന്നെ ഫ്രിഡ്ജിലും കൂടെ വെച്ചാലോ ഒരുപാട് കാലം നിൽക്കും. അപ്പൊ അതിനെ ആക്ച്വലി നമ്മൾ ഈ ബാക്ടീരിയകൾക്ക് ഒരുപാടധികം ഹേർഡിൽസിനെ കൊടുക്കുകയാണ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹേർഡിൽസ് ടെക്നോളജി. അപ്പൊ ഹേർഡിൽ ടെക്നോളജി എന്ന് പറഞ്ഞാല് വേരിയസ് ഫാക്ടേഴ്സ്, അല്ലെ ഹേർഡിൽ എന്ന് പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറെ കടമ്പകൾ, വേരിയസ് ഫാക്ടേഴ്സ് ആർ കണ്ടീഷൻസ് ദാറ്റ് ഇൻഹിബിറ്റ് മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് ഫുഡ് സ്പോയിലേജ്. ഓക്കെ, സോ ദിസ് ഇസ് ലൈക്ക്, അപ്പൊ നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് ഹേർഡിൽസ് കൊടുക്കുക, ഇറ്റ് ഇസ് more difficult for the microorganism to survive. So this is developed to enhance food safety and shelf life by combining multiple hurdles. അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എയിം? എന്താണ്? മൈക്രോബിയൽ ഗ്രോത്ത് തടയുക, എൻസൈമാറ്റിക് ആക്ടിവിറ്റി തടയുക, വേറെ എന്തെങ്കിലും രീതിയിൽ ഡിറ്റീരിയോറേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറയ്ക്കുക. സോ ഈ മൾട്ടിപ്പിൾ ഹേർഡിൽസ് വരുമ്പോൾ ഒരു സിനർജിസ്റ്റിക് എഫക്ട്, അതായത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു നല്ലൊരു എഫക്ട് വരും. നമ്മൾ ഓർത്താൽ മതി, നമ്മളൊരു ഉണങ്ങിയ മാങ്ങ അച്ചാറിട്ട് കുറെ അധികം എണ്ണ ഒഴിച്ച് അതിനെ പ്രിസർവേറ്റീവും കൂടെ ആഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് ഒത്തിരി നാള് കേടുകൂടാതെ ഇരിക്കും. ഓക്കെ, കമ്പയർ ടു നമ്മൾ അധികം ഉപ്പൊന്നും ഇടാതെ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ഒരു മാങ്ങ എടുത്ത് അരിഞ്ഞിട്ട് കുറച്ച് എണ്ണയിൽ ഒത്തിരി ഉപ്പൊക്കെ ഇട്ട് കുറഞ്ഞ രീതിയിൽ വിനീഗർ ഒക്കെ ഇടുവാണെങ്കിൽ അധിക ദിവസം ഒന്നും നിൽക്കില്ല. ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിനകത്ത് പൂപ്പലൊക്കെ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ 2 ദിവസത്തിനകം തന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ നോർമലി നമ്മുടെ മോയ്സ്ചർ
കേരളത്തിലേക്ക് ഒരു കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അധികം നാളൊന്നും അത് നിൽക്കില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിനെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പാടായിരിക്കും ബാക്ടീരിയക്കോ ഫംഗസിനോ ഒക്കെ വളരാനായിട്ട്. സോ ഹേർഡിൽ ടെക്നോളജി ബേസിക്കലി മീൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹേർഡിൽസ് ബീങ് യു ആർ ഗിവിംഗ് ഡിഫറെന്റ് ഹേർഡിൽസ് ടു ദ മൈക്രോ ഓർഗാനിസം. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഹേർഡിൽ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാം, പാക്കേജിങ് ഇപ്പൊ നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറച്ച്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഉണക്കിയിട്ടൊക്കെയാണ് ഇത് വെക്കുന്നതെങ്കിൽ വളരെ കുറച്ച്, അതായത് നമ്മുടെ ബാക്ടീരിയക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല പോലെ മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആണ് ഇഷ്ടം. അപ്പം ഇപ്പൊ ഡ്രൈ ആയിട്ടുള്ള ഫുഡിനകത്ത് അധികം ബാക്ടീരിയ ഒന്നും വളരൂല. അപ്പൊ അവർക്ക് ഇഷ്ടം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. അപ്പം വാട്ടർ ആക്ടിവിറ്റി കുറയ്ക്കുക, നല്ല രീതിയിൽ പാക്കേജ് ചെയ്യുക, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക. അപ്പൊ ഫ്രിഡ്ജിലൊക്കെ വെക്കുക, ഫ്രീസറിലൊക്കെ വെക്കുവാണെങ്കിൽ അത് ഫിസിക്കലി നമ്മൾക്ക് അവർക്കൊരു ഹേർഡിൽ കൊടുക്കാം. പിന്നെ കെമിക്കൽ ഹേർഡിൽ എങ്ങനെയാ കൊടുക്കാൻ പറ്റുക? പ്രിസർവേറ്റീവ്സോ ആന്റി ഓക്സിഡൻസോ പി എച്ചിന്റെ വേരിയേഷൻസ്, അതായത് അവർക്ക് ആസിഡ് ഒക്കെ ഇപ്പൊ വിനീഗർ ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പി എച്ച് കുറയും. അപ്പോൾ വീണ്ടും അതിനെ ഒരു ഹേർഡിലായിട്ട് മാറും. പിന്നെ ബയോളജിക്കൽ നമുക്കതിനെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചില മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് പ്രോബയോട്ടിക്സിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ തടയാനായിട്ട് പറ്റും. പിന്നെ മൈക്രോബിയൽ ഹേർഡിൽസ്, അതായത് വേറെ രീതിയിലുള്ള ഇറേഡിയേഷൻ, ഫിൽട്രേഷൻ, അങ്ങനത്തെ പ്രോസസ്സിങ് വഴി നമുക്ക് ഹേർഡിൽസ് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? മൈക്രോബിന് കുറെ കഷ്ടപ്പെടേണ്ടി വരും അല്ലെ, അല്ലാതെ എക്സോസ്റ്റഡ് ആവും. ഇത്രയൊക്കെ കടമ്പകൾ കടന്നു പോകണമെങ്കിൽ അതെന്തായാലും വളരെ എക്സോസ്റ്റഡ് ആവും. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹേർഡിൽ ടെക്നോളജി. അപ്പൊ ഇതിന്റെ ആൻസർ ഇതാണ്. use of several methods like temperature, control of acidity, control of activity for preservation of food is known as answer is hurdle technology. Hurdle വരുമ്പോഴത്തേക്ക് പലതരം ഹേർഡിൽസ് കടന്നു വേണം ഈ മൈക്രോ ഓർഗാനിസത്തിന് അവരുടെ ഫുഡ് നശിപ്പിക്കാൻ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട്. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ഹേർഡിൽ ടെക്നോളജി. ഇപ്പൊ മിക്സ്ഡ് ടെക്നോളജി, സ്റ്റംബ്ലിംഗ് എന്നൊന്നും പറയുന്ന ടെക്നോളജികളൊന്നും ഇല്ല. അപ്പൊ ആൻസർ ഹേർഡിൽ ടെക്നോളജി ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ് ഇസ് വെരി ക്ലിയർ ടു ഓൾ ഓഫ് യു.